അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 230 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه وإذا طلقتم النساء വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ദാലിൻ്റെ സൗണ്ടിനെ ദാലായി പോവാതെ നോക്കുക. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ദാലിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് കേട്ടോ. ലൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യുക. ഇനി ഖൽഖല ലെറ്ററും കൂടിയാണ് ഖാഫ്. അപ്പോൾ സുക്കൂനാവുന്ന സമയത്ത് നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്. അഖ്മൽ ഒന്നനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. സീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫബലഗ്ന അജലഹുൻ ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ഗൈൻ ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഗൈൻ ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫബലഗ്ന എന്ന് ഓതരുത്. ഫബലഗ്ന അജലഹുൻ. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽക്കാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ടിന് ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്. അഖ്മൽ ഔനനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. കാഫിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. നൂനിന് ശബ്ദം വന്നു. അഖ്മൽ ഔനനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ബിമഅറൂഫിൻ ഔ സർരിഹൂഹുൻ. അതിൻ്റെ ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ്മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫ കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും തെൻവീനുകൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇദ്ഗാമിലും ഇഖ്ഫായിലും തെൻവീനുകൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഔ സർരിഹൂഹുന്ന ബിമഅറൂഫ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. റോക്ക് കെസ്ര വന്നതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ശബ്ദം വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഹേ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് സൗണ്ട് പുറപ്പെടുന്നത്. ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. നൂനിന് ശബ്ദം വന്നു. അഖ്മൽ ഓനൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. നൂനിനും മീമിനും ശബ്ദം കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാനും ശ്രദ്ധിക്കുക. ഐൻ ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി നമ്മളിവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫാക്ക് സുക്കൂന് കൊടുക്കുമല്ലോ. ആ സമയത്ത് ഇവിടെ വരുന്ന മദ് ആദ്യ സുക്കൂനായിട്ട് മാറും. 2, 4, 6 കൊണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചേർത്തി ഓതുന്ന സമയത്ത് ഫാക്ക് കെസ്ര തെൻവീനാണല്ലോ. തെൻവീനിന് ശേഷം ഇതാ ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള വാവാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ വാവിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇദ്ഗാമിലും ഇഖ്ഫായിലും തെൻവീനുകൾ ഇതുപോലെയാണ് കാണുന്നത്. നോട്ട് ചെയ്യാം കേട്ടോ. ولا تمسكوهن ضرارا. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫിൻ്റെ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെയും 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
നൂനിന് ശബ്ദ വന്നു, അഖിമുള്ളനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. വാദ് ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് കൊടുക്കണം. ഇത്ബാക്കിൻ്റെ ലെറ്ററാണ് പറയാൻ കാരണം തന്നെ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് നമ്മൾ കിസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് അധികം മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. പക്ഷേ ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കിസ്റയായാലും നമ്മൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റ ഫതഹയാണ് വന്നിട്ടുള്ളത്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കണം. ഇവിടെ റോക്ക് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ ശമായിട്ടുള്ള ലാമ് വന്നു. അപ്പോൾ തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ ഓതുക. ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന കൊടുക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഐൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കത് അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കൗണ്ട് നീട്ടിയിട്ട് മദ്ദിൽ വഖഫ് ചെയ്യുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഗുനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ലാമിനും ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. ദാലിക്ക എന്ന് ഓതിപ്പോവരുത്. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ, അപ്പോൾ നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് പൊക്കി കൊടുക്കുക, ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഫഖദ് ദാല് കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. സുക്കൂനാവുന്ന സമയത്ത് സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കുക കേട്ടോ. ഫഖദ് വലമ നഫ്സഹ്. വ ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് ഹെവിയാക്കിയിട്ട് ഉച്ചരിക്കുക. കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നഫ്സ നോദിപ്പോവരുത്. നഫ്സ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഹാക്ക് സുക്കൂനാണ് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഹാക്ക് സുക്കൂന് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.